കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവങ്ങൾക്കാണ് നമ്മുടെ പരമോന്നത നീതിപീഠം അഥവാ സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. മറ്റൊന്നുമല്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി വക്കീൽ കുപ്പായമിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് വാദിക്കാൻ വേണ്ടി ഹാജരായി. മറ്റാരുമല്ല, ബംഗാളിൻ്റെ സ്വന്തം ദീദി മമതാ ബാനർജിയാണ് കോടതിയിൽ തൻ്റെ ആ അഭിഭാഷക ബിരുദം മുൻനിർത്തി കോടതിയിൽ വാദിക്കാൻ തയ്യാറായി ചെന്നത്. മറ്റൊന്നുമല്ല, ബംഗാളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന SIR അത്യന്തം മനുഷ്യത്വഹീനമായ പ്രവൃത്തിയാണ്. അത് എത്രയും വേഗം നിർത്തലാക്കണം. അത് ബംഗാളിൻ്റെ ജനങ്ങളുടെ അവകാശത്തെ, വോട്ടവകാശത്തെ ഇല്ലാതാക്കുന്നതാണ് എന്നൊക്കെയാണ് മമത വാദിച്ചത്. മമത വാദിച്ചു തുടങ്ങിയപ്പോൾ ഏതാണ്ട് ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ മല്ലു മാപ്രകൾ വാ തോരാതെയാണ് വർണ്ണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം സുപ്രീം കോടതി നടപടികളിൽ ചിലതൊക്കെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഈ ദൃശ്യങ്ങൾ കണ്ട ആൾക്കാർക്ക് മനസ്സിലായത് ഈ മല്ലു മാപ്രകൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നാണ്. മല്ലു മാപ്രകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീദി കടന്നു വന്നപ്പോൾ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ എണീറ്റ് നിന്ന് ബഹുമാനിച്ചു എന്ന മട്ടിലാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. ദീദി ആഞ്ഞടിച്ചു, ദീദി കത്തിക്കയറി, മമതാ ബാനർജി ചൂളം വിളിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മല്ലു മാപ്രകൾ നൽകിയത്. ഇതാണോ സത്യത്തിൽ അവിടെ സംഭവിച്ചത്? വാസ്തവത്തിൽ ഏതാണ്ട് 2 മണിക്കൂർ കാത്തിരുന്നിട്ട് 23 മിനിറ്റാണ് മമത സംസാരിച്ചത്. ആ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ സുപ്രീം കോടതിയോട് ദയവായി ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം, ഇങ്ങനെയുള്ള കുറേ വാക്യങ്ങളാണ് അവർ പറഞ്ഞത്. സുപ്രീം കോടതി തുടക്കത്തിൽ തന്നെ ഏതാണ്ട് തുടങ്ങി ഒരല്പം കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു, നിങ്ങൾക്കൊരു വക്കീലുണ്ടല്ലോ, രാജേഷ് ദിവാൻ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, നിങ്ങളുടെ ആ വക്കീൽ സംസാരിക്കില്ലേ, അദ്ദേഹത്തെ കൊണ്ട് വാദിപ്പിച്ചുകൂടെ എന്ന് കോടതി സഹികെട്ട് ചോദിച്ചു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും മമത കുറേ കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ പറഞ്ഞു വെച്ചു. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, ഇത് മറ്റെന്തോ ചില കമ്മീഷനാണ് എന്നൊക്കെയാണ് മമത വാദിച്ചത്. ഈ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ചരട് വലിക്കുന്ന ഒരു കമ്മീഷൻ, അതാണ് ഈ ഡൽഹിയിലിരുന്നു കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജോലികൾ, പ്രത്യേകിച്ചും SIR പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്നാണ് മമതയുടെ വാദം. എന്തായാലും നേരത്തെ ഇതുപോലെ ബീഹാറിൽ SIR നടപ്പാക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കൾ ഹർജിയുമായി പോയിരുന്നു. നമുക്കറിയാം, ഇന്ത്യ സഖ്യകക്ഷിയിലെ ഒട്ടുമിക്ക കക്ഷികളും മമത ഉൾപ്പെടെ ഉള്ളവർ ആ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ബീഹാറിലെ SIR നടപടികൾ നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ പറയുന്ന ഹർജി നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടവർ പറയുന്നത് ഏതാണ്ട് 65 ലക്ഷം ആൾക്കാരുടെ വോട്ടവകാശം അവിടെ നഷ്ടമായി എന്നാണ്. പക്ഷേ ഈ 65 ലക്ഷം പേരുടെ വോട്ടവകാശം നഷ്ടമായിട്ടും ഉയർന്ന പരാതി 2 എണ്ണമാണ്. ഇക്കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ ഹർജിക്കാരുടെ അടഞ്ഞുപോയി, അവരുടെ നാവിൻ്റെ ചലനം നിലച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് കോടതി തന്നെ ചോദിച്ചു, ഇത്രയും പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അവർക്കുള്ള വോട്ടവകാശം നിഷേധിച്ചിട്ട് എന്തുകൊണ്ടാണ് 2 പരാതികൾ മാത്രം ഉയരുന്നത്? നിങ്ങൾ എതിർ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പ്രവർത്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് പരാതിക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ചുകൂടെ? ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു ഉത്തരവും പറയാൻ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയും തയ്യാറായില്ല. അന്ന് കോടതിക്ക് മനസ്സിലായി SIRന് എത്ര പ്രാധാന്യമുണ്ട് എന്ന്. ആ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ രാജ്യം മുഴുവനും വ്യാപിപ്പിക്കാനാണ് അന്ന് കോടതി നിർദ്ദേശിച്ചത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണം. നേരത്തെ 9 തവണ നമ്മുടെ
നെഹ്റുവിൻ്റെ കാലം തൊട്ട്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് 9 തവണ അത് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്തിനാണ് ഈ പരവേശം മമത ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്നത്? ഒരു വശത്ത് വോട്ട് ചോരി ആരോപിക്കുന്ന രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ വരുമ്പോൾ അതിനെ എതിർക്കുന്നു. അവിടെ ചിലരുടെ വോട്ടവകാശം നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നാണ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ, ന്യൂനപക്ഷത്തെ ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരുടെ എല്ലാം വോട്ടവകാശം ഹനിക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പരിദേവനം. പക്ഷേ ഒരാളിനും വോട്ട് നഷ്ടപ്പെട്ടാൽ ആരായാലും പരാതിപ്പെടും. അങ്ങനെ ഒരാളും പരാതിപ്പെടാൻ വരുന്നില്ല. എനിക്കൊരു സംശയം, ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണോ അതോ പഴയ ഈദി അമീൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹമാണോ ഇന്ത്യ ഭരിക്കുന്നത്? കാരണം ഈ പരാതിപ്പെടാൻ ആരും തയ്യാറാകാത്തത് ഭയന്നിട്ടായിരിക്കുമല്ലോ. എന്നാൽ സുപ്രീം കോടതി എല്ലാവരോടും പറയുന്നുണ്ട്, ആരും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കും, നടപടി എടുപ്പിക്കും എന്നൊക്കെ സുപ്രീം കോടതി ഉറപ്പ് കൊടുത്തിട്ട് പോലും വോട്ട് നഷ്ടപ്പെട്ടതായി വോട്ടർമാരാരും പരാതിപ്പെടുന്നില്ല. ഇതെന്ത് മറിമായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവിടെ മമത പറയുന്നു, ഈ SIR നടപ്പാക്കാൻ തുടങ്ങിയതിന് ശേഷം 140 പേർ മരിച്ചു, ഇവർ SIRൻ്റെ ഇരകളാണ് എന്നാണ് മമത പറയുന്നത്. നമുക്കറിയാം, SIR നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ടാണ് ആൾക്കാർ ബംഗ്ലാദേശ് അതിർത്തി കടന്ന് മടങ്ങിയത്. വാസ്തവത്തിൽ അതൊരു ബംഗ്ലാദേശികളുടെ കൂട്ടപ്പലായനമായിരുന്നു. കൊൽക്കട്ടയിലെ ഗുൽബർഗ് എന്നു പേരായൊരു കോളനി 2 ലക്ഷത്തിലധികം ആൾക്കാർ താമസിച്ചിരുന്ന കോളനിയാണ്. പക്ഷേ SIRൻ്റെ അപേക്ഷക ഫോമുകളുമായിട്ട് അവിടെ എത്തിയ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കേവലം 2000 പേരാണ് ആ അപേക്ഷ വാങ്ങാനുണ്ടായിരുന്നത്. ഈ 2 ലക്ഷം പേർ എവിടെ പോയി? അല്ലെങ്കിൽ ബാക്കി 1,98,000 പേർ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിനൊന്നും മമതയ്ക്ക് മറുപടിയില്ല. ഈ പറഞ്ഞതുപോലെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക്, ഈ ഇന്ത്യയിലെ ചെക്ക് പോസ്റ്റ് മറികടന്ന് ബംഗ്ലാദേശിലേക്ക് കൂട്ടത്തോടെ ജനം ഒഴുകിക്കൊണ്ടിരുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിലടക്കം മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു. റിപ്പബ്ലിക് TV പോലെയുള്ള, NDTV പോലെയുള്ള, ഇന്ത്യ ടുഡേ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെല്ലാം ഇതിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് കാണിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടും മമത പറയുന്നു ബംഗാളിൽ ഇന്ത്യൻ പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കുന്നു എന്ന്. മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും, സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ആണ് SIR ജോലിക്കായിട്ട്, തെരഞ്ഞെടുപ്പ് ജോലികൾക്കായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും ഇതിനു വേണ്ടി ഒരു വിഭാഗത്തെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കയ്യിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഓരോ സംസ്ഥാനത്തും ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ, പ്രത്യേകിച്ചും റവന്യൂ ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ അധ്യാപകരെ, ഇവരെയൊക്കെയാണ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ കൃത്യമായിട്ട് ബംഗാളികളായ ഈ പറഞ്ഞതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരെയും സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചുമതലയും ഏൽപ്പിച്ചത്. അവർ അത് വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ആ നിർവഹിക്കുന്നതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടനുഭവിക്കുന്നത് മമതാ ബാനർജിയാണ്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ വലിയ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ബംഗ്ലാദേശികളായിരുന്നു. അവർ കൂട്ടത്തോടെ സ്വന്തം രാജ്യത്തേക്ക് പലായനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മമതയ്ക്ക് വലിയ നാണക്കേടായി. ഈ നാണക്കേടിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണം. അതിനാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ശക്തമായ ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായിട്ട് ബംഗാൾ ഭരിക്കുന്ന മമതയ്ക്ക് എതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങൾ വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ട്. മമത ഇക്കുറി കടപുഴകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ പരാജയപ്പെട്ടാലും അത് SIR നടപ്പാക്കി ജനങ്ങളുടെ വോട്ടവകാശത്തെ ഇല്ലാതാക്കി, തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമല്ലോ.
ഇതാണ് മമതയുടെ ഉദ്ദേശം. അതിനുവേണ്ടി കേവലം പൊറാട്ട് നാടകം കളിക്കുകയായിരുന്നു. അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പോലും വേദിയാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. എന്തായാലും മമത കോട്ടിട്ട് കോടതിയിൽ വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല. കാരണം മമതയുടെ വാദങ്ങൾ കേൾക്കുന്ന ആർക്കും അതിലെ ബാലിശമായ കാര്യങ്ങൾ മനസ്സിലാകും. വളരെ നിരുത്തരവാദപരമായി ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്ന മമത തീർച്ചയായിട്ടും കോടതിയിൽ നിന്ന് അടുത്ത കൊട്ടുകൂടെ വാങ്ങിച്ചിട്ടേ മടങ്ങുകയുള്ളൂ. നേരത്തെ കൽക്കട്ട ഹൈക്കോടതിയിലടക്കം മമതയ്ക്കെതിരെ ശക്തമായ വിധികൾ, നിരീക്ഷണങ്ങൾ ഒക്കെ ഉണ്ടായതാണ്. അവിടെയൊക്കെ അതിനെയൊക്കെ മറികടന്ന് നേരെ സുപ്രീം കോടതിയിൽ വന്ന് സുപ്രീം കോടതിയിൽ നിന്നും കൂടി കിട്ടിയതെല്ലാം വാങ്ങിച്ച് പൊതിഞ്ഞു കെട്ടി വീട്ടിൽ പോയ മമതയാണ്. ഈ മമതയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം EDയെ തടസ്സപ്പെടുത്തിയതിന്, EDയുടെ പരിശോധന തടസ്സപ്പെടുത്തിയതിന് FIR ഇടാൻ പോലും സുപ്രീം കോടതി മടിക്കില്ലെന്ന് താക്കീത് നൽകിയതാണ്. ആ മമതയാണ് ഇപ്പോൾ പുതിയ ഒരു നാടകവുമായിട്ട് പുതിയ ഒരു തിരക്കഥ രചിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ലക്ഷ്യം SIRഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നുമല്ല, ലക്ഷ്യം മോദിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിക്കാൻ പോയിട്ട് അവിടെ ബഹളം കൂട്ടി തിരിച്ചു വന്നു. എന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ കമ്മീഷനായി മാറിയിരിക്കുകയാണ്, ഒരു BJP കമ്മീഷനായി മാറിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ലെവലേശം എനിക്ക് വിശ്വാസമില്ല. ഇവർ ബംഗാളിനെ ചതിക്കാനാണ്, ഈ BJPയെ അവിടെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡൽഹിയിൽ കസേരയിട്ടിരിക്കുന്നത് എന്നൊക്കെ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുകയായിരുന്നു മമത. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ഈ മമത വന്നു, കണ്ടു, സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രകോപിതയായി ചാടി എഴുന്നേറ്റു. എന്താണ് അവരുടെ പ്രകോപനത്തിന് കാരണമെന്ന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മനസ്സിലായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യമുള്ളത്. അവർ ഞെട്ടിപ്പോയി. എന്തിനാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ അലറി വിളിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇങ്ങനെ വാളോങ്ങുന്നത് എന്തിനാണ് എന്നറിയാതെ അവരും അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും മമത നാടകം കളിക്ക് കുറവൊന്നുമില്ല. നാടകം കളി മമതയെ എവിടെയും എത്തിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ബംഗാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സുപ്രീം കോടതിയിലെ കേസ് വാദം തുടരുന്നതും വാദം കേൾക്കുന്നതും അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം എന്താണ് സുപ്രീം കോടതി പറയാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.